ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഈ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ഫോണിൽ നമ്മുടെ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി കൂടുതലായിട്ട് നമ്മൾ MX പ്ലെയർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സാധാരണ അതിൽ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ MS പ്ലെയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സാധാരണ ഉപയോഗിക്കാത്ത ഒരുപാട് അതിൽ ഉപയോഗങ്ങൾ നമുക്കതിൽ ചെയ്യാൻ നമ്മൾ സാധാരണ ആരും അത് ഉപയോഗിക്കലില്ല. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കും എന്നതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഒരുപാട് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ ഫ്യൂച്ചേഴ്സാണ് നമുക്ക് ഇവിടെ MX പ്ലെയർ ഉള്ളതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്കിവിടെ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളെ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളെ ഫേസ്ബുക്കിലൂടെയും നിങ്ങളെ വാട്സപ്പിലൂടെയും നിങ്ങൾ ഈ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ താഴെ ഇവിടെ കമൻറ്റ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് ലഭിക്കുക. ഇത് നമുക്ക് ഏകദേശം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ലഭിക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും. നമുക്ക് ഇവിടെ കാണുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് നിങ്ങൾ ഒരു 3 ഡോട്ടുള്ളൊരു ബട്ടൺ കാണുന്നുണ്ട്. ഈ 3 ഡോട്ടുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെറ്റിങ്സ് എന്ന ടാബ്. ഈ സെറ്റിങ്സിൽ നിങ്ങളിവിടെ ലിസ്റ്റ് എന്ന ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലിസ്റ്റ് എന്ന ഓപ്ഷൻ. ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് ലിസ്റ്റ് എന്ന താഴത്തെ ഇവിടെ തീംസ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീം നിങ്ങളുടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഒരു ബ്ലാക്ക് തീം സെലക്ട് ചെയ്തു. നോക്കാം, നമ്മുടെ ഈ MX പ്ലെയർ എന്ന വിൻഡോ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്കിവിടെ ഈ വീഡിയോ നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളേതെങ്കിലും ഒരു വീഡിയോ ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ഈ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുകയാണ്. ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് സീക്കിംഗ് ബാറാണ് താഴത്ത് വരുന്നത്. നമുക്ക് വേറെ ഇതൊന്ന് പൂസ് ചെയ്യാനോ പ്ലേ ചെയ്യാനോ ഒന്നും ഒരു ഓപ്ഷൻ ഇല്ല. നമുക്കിങ്ങനെ ഈ ആവശ്യം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂസ് ചെയ്യാൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ 3 ഡോട്ടുള്ള ബട്ടൺ ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് സെറ്റിങ്സ് എന്ന ടാബ് ഉണ്ടാവും. ഈ സെറ്റിങ്സ് എന്ന ടാബ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്ലെയർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ പ്ലെയർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൺട്രോൾസ്. ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡബിൾ ടാപ്പ് ടു പ്ലേ പോസ്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ഞാൻ വീണ്ടും ഇത് ഓക്കെ എടുത്ത് വീണ്ടും ഒരു വീഡിയോ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ വീഡിയോ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ഈ വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഡബിൾ ടാപ്പ് ചെയ്താൽ ഓക്കെ വീഡിയോ വീണ്ടും പ്ലേ ആയി. ഞാൻ ഈ വീഡിയോ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനൊരു ഓപ്ഷൻ ഇതിലുണ്ട്. നമ്മൾ അറിയാതെ ഇവിടെ ബാക്ക് ചെയ്ത് നമ്മൾ കയ്യോ എന്തെങ്കിലും സാധാരണ നമ്മൾ താഴത്ത് നമ്മൾ കൈ തട്ടിയിട്ട് ഓട്ടോമാറ്റിക്കായി അത് ബാക്കായി പോകും. അതായത് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൈ നിന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ബാക്കായിട്ട് പോകും. അങ്ങനെ ബാക്ക് ആവാതെ നമുക്ക് ആ ഡബിൾ ടാപ്പ് ചെയ്താൽ മാത്രം ബാക്ക് ആവുന്ന സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. വീണ്ടും സെറ്റിങ്സ് എന്ന ടാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും പ്ലെയർ എന്ന ഓപ്ഷൻ ഉണ്ടോ. ഇവിടെ നമുക്കിവിടെ ഡബിൾ ടാപ്പ് ദ ബാക്ക് ദ ബട്ടൺ ഇത് നമ്മളിവിടെ ടിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി വീണ്ടും ഞാൻ ഈ സാധാരണ നമ്മൾ ബാക്ക് അടിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുകയാണ്. പ്രസ് ബാക്ക് ടു അഗെയിൻ. അതായത് ഡബിൾ ചെയ്താൽ മാത്രമേ ആ വീഡിയോ പോകുന്നുള്ളൂ. ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡബിൾക്ക് പോസ് ആവും. പ്ലേ ആവും. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് ബാക്ക് എടുക്കാം. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ വീണ്ടും അത് ബാക്ക് ആവും. അടുത്തതായി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മളിവിടെ സാധാരണ ഇവിടെ നമ്മുടെ ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. നമ്മളിവിടെ
എന്തെങ്കിലും ഒരു ചിലപ്പോൾ നമ്മളവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ അടുത്ത് നിന്ന് വീഡിയോ കാണെങ്കിൽ അവർ നമ്മളെ ഫോണുകളെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളിവിടെ ലോക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ അവർ എന്തെങ്കിലും എഫക്റ്റീവായിട്ട് അവർക്ക് എന്തെങ്കിലും കാണിക്കാനോ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഇവിടെ MX പ്ലെയറിലുണ്ട്. നമ്മുടെ പോയി ഇവിടെ ലോക്കിൻ്റെ ബട്ടണുള്ളത് നമുക്കിവിടെ അത് മൊത്തത്തിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഫോണിൻ്റെ ആ സെറ്റിങ്സ് ഒന്ന് ഈ MX പ്ലെയറിൻ്റെ സെറ്റിങ്സ് ഒന്ന് വീണ്ടും എടുക്കാം. ഇതെടുത്തിട്ട് വീണ്ടും പ്ലെയർ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കൺട്രോൾസ് എന്ന് കാണും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ലോക്ക് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലോക്ക് മോഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കിഡ്സ് ലോക്ക് ആൻഡ് കിഡ്സ് ലോക്ക് വിത്ത് ടച്ച് എഫക്റ്റ് ഞാനിത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ഇത് താഴെ ഓക്കെ സെലക്ട് ചെയ്തെടുത്തു. വീണ്ടും ഞാൻ ഇവിടെ വീഡിയോ പ്ലേ ചെയ്യണം. ഞാനിവിടെ ശ്രദ്ധിക്കണം. ഇവിടെ സെലക്ട് ചെയ്തെടുത്തു. ഇനി ഞാനിവിടെ ഈ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യാണ്. നോക്കണം, പ്രത്യേകതരം ആനിമേഷനുകളൊക്കെ നമുക്കിവിടെ വരുന്നതാണ്. നമുക്കിവിടെ ഈ ആനിമേഷൻ ഇവിടെ വരുന്നതാണ്. എവിടെയും ടച്ച് ചെയ്താൽ നമുക്കത് ബാക്ക് അടിക്കാൻ പോകില്ല. ഇന്ന് ശ്രദ്ധിക്കുക, അതുപോലെ നമുക്കത് ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ നമുക്കത് 4 ബാക്ക് ഇത് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൻ്റെ 4 ഭാഗത്തുനിന്ന് 4 കോണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് അൺലോക്ക് ആവും. ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ ലോക്ക് ചെയ്തു. ഇത് ലോക്ക് ചെയ്യണമെന്നെങ്കിൽ എനിക്കിത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആനിമേഷൻ്റെതാണ്. ഈ സ്ക്രീനിൻ്റെ 4 ഭാഗത്തും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോ അൺലോക്ക് ആവും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കിതിവിടെ നമ്മുടെ ഈ സൈഡ് സീക്കിംഗ് ബാർ പിന്നെ എന്തൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ നോക്കാം. അതിനായിട്ട് വീണ്ടും നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ നമുക്ക് സെറ്റിങ്സ് സെലക്ട് ചെയ്ത് ഇവിടെ പ്ലെയർ എന്ന ബട്ടൺ സെലക്ട് ചെയ്ത് വീണ്ടും നമുക്കിവിടെ സ്റ്റൈൽ എന്ന് കാണും. ഈ സ്റ്റൈൽ എടുത്ത് നമുക്കിതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഇഷ്ടമുള്ള കളറൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കളറൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും പ്ലേ ചെയ്യണം. ഇവിടെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും സ്റ്റാർട്ട് അവർ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിലും താഴോട്ട് കളറൊക്കെ ഇവിടെ മാറി വേറെ പ്രത്യേകതരം ഡിസൈൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അറിയായിരിക്കും. എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതെല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി.